ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനൽ മത്സരം ജയിച്ചിട്ടും സെനഗൽ അയോഗ്യരാക്കപ്പെട്ടു. മത്സരത്തിനിടെ പ്രതിഷേധിച്ച് കളം വിട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം. സെനഗലിന് എതിരായ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അസർ ബിൻ അസീസ് സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സർ, ഒരു ഫൈനൽ ജയിച്ചിട്ടും കപ്പെടുക്കാൻ സെനഗലിന് പറ്റുന്നില്ല. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ദിൽന ഗോകുൽ, ജനുവരി 19 ആഫ്രിക്കൻ നേഷൻസ് കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ നേടിയ ഒരു ഗോളിനായിരുന്നു അന്ന് സെനഗൽ കിരീടം നേടിയത്. ആ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മൊറോക്കോയ്ക്ക് അനുകൂലമായി റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നു. ഇതോടെ സെനഗലിന്റെ പരിശീലകൻ സെനഗൽ താരങ്ങളോട് മൈതാനം വിട്ട് കളി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ താരങ്ങളെല്ലാം കളി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സാദിയോ മാനെ മാത്രമാണ് ആ സമയത്ത് മൈതാനത്ത് നിലയുറച്ചു നിന്നത്. ബാക്കി സെനഗൽ താരങ്ങളെല്ലാം മൈതാനം വിട്ടുപോകുന്നു. പിന്നീട് 17 മിനിറ്റോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വീണ്ടും താരങ്ങൾ തിരിച്ചെത്തുകയും മത്സരം പുനരാരംഭിക്കുകയുമാണ് ഉണ്ടായത്. നേരത്തെ മത്സരത്തിന്റെ അധിക സമയത്ത് സെനഗൽ നേടിയ ഒരു ഗോള് മൊറോക്കൻ താരത്തെ ഫൗൾ ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ആ ഗോൾ നിഷേധിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മൊറോക്കോയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി റഫറി വിധിക്കുന്നത്. ഇത് വിവാദത്തിലേക്ക് വഴിവെക്കുകയും ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് മത്സരം പൂർത്തിയാക്കുകയും ഏകപക്ഷീയമായ ഒരു ഗോളിന് സെനഗൽ കിരീടം നേടുകയും ചെയ്തിരുന്നു. ഇതിൽ മൊറോക്കോ നേരത്തെ തന്നെ പരാതിയുമായി ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷന് പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ സെനഗൽ താരങ്ങൾക്ക് നേരെ അച്ചടക്ക നടപടിയും പിഴത്തുക ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ ഉള്ള ഒരു വിധി ഇപ്പോൾ വരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മൊറോക്കോയെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകകപ്പിന് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായി മൊറോക്കോ മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെനഗലിനെതിരെയുള്ള തുടർ നടപടികൾ എന്താണെന്ന് ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ സെനഗലിനെതിരായ തുടർ നടപടികൾ എന്താണെന്ന് ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കും. ദിൽന ഗോകുൽ. അസർ ബിൻ അസീസ് ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.